നമസ്കാരം. അപൂർവ ധാതു കരാറിൽ ഒപ്പുവെക്കാൻ യുഎസിലെത്തിയതായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പക്ഷെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച വാക്ക് തർക്കത്തിലാണ് കലാശിച്ചത്. സെലൻസ്കിയും ട്രംപുമായുള്ള ചർച്ചയിൽ വാക്കേറ്റവും വെല്ലുവിളിയും വരെ ഉണ്ടായി. ഇതേ തുടർന്ന് ചർച്ച അലസിപ്പിരിഞ്ഞു. നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ട്രംപ് റദ്ദാക്കി. പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി മടങ്ങി. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പുടിൻ വിശ്വസിക്കാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും വ്യക്തമാക്കി സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായേക്കാവുന്ന നടപടികളിലേക്കാണ് സെലൻസ്കിയുടേതെന്ന് ട്രംപ് ആരോപിച്ചു. ഇതോടെ പുടിനോടുള്ള മൃദു സമീപനത്തിൽ ട്രംപിനെ സെലൻസ്കി പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു. യുഎസ് ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപും തിരിച്ചടിച്ചു. അമേരിക്കൻ ജനതയോട് താൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് സെലൻസ്കിയും പ്രതികരിച്ചു. രാഷ്ട്ര നേതാക്കളുടെ പതിവ് ചർച്ചകളിൽ നിന്ന് മാറി പരസ്പരം വാക്കുതർക്കത്തിലേക്ക് നീണ്ടതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. യുദ്ധത്തിൽ യുഎസിന് ചെലവായ പണത്തിനു പകരമായി യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവ വ്യവസായങ്ങളുടെ 50% വരുമാനം യുഎസുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവെക്കാതെയാണ് മടങ്ങിയത്. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിയിരുന്നുവെങ്കിലും റഷ്യൻ അനുകൂല നിലപാടാണ് ട്രംപ് സ്വീകരിച്ചു വരുന്നത്. സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ നയം മയപ്പെടുത്താനും യുഎസ് സൈനിക സഹായം ഉറപ്പാക്കുന്നതിനും റിപ്പബ്ലിക്കൻ കക്ഷി പിന്തുണ നേടാൻ സന്ദർശനം സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സെലൻസ്കി. അമേരിക്ക കൂടി യുക്രൈനെ കൈവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. തുടർന്ന് കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കിക്ക് മടങ്ങേണ്ടി വന്നു. ഇനി കരാറിലേക്ക് വന്നാൽ യുക്രൈന്റെ അത്യപൂർവ ധാതു സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം യുഎസിന് നൽകുന്നതിനുള്ള കരാറായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. കരാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ നേരത്തെ ചെയ്തിരുന്നു. റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഇനി യുക്രൈനെ ആരാണ് സഹായിക്കുക എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കയെ പോലെ മറ്റൊരു രാജ്യത്തിനും ഉക്രൈനെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താൽപര്യം യുക്രൈൻ മറക്കണമെന്ന് ട്രംപ് നേരത്തെ തന്നെ സെലൻസ്കിയോട് പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് UN പ്രമേയത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് യുഎസ് നേരത്തെ സ്വീകരിച്ചത്. ഇതേറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ദീർഘകാലമായി തുടർന്ന വിദേശ നയത്തിൽ നിന്നുള്ള നിർണായക വ്യതിചലനത്തിലാണ് യുഎസ് നിലപാട് മാറ്റം. യൂറോപ്പിന്റെ പിന്തുണയോടെ അവതരിപ്പിച്ച പ്രമേയത്തിന് എതിരായിട്ടാണ് യുഎസ് റഷ്യയ്ക്കൊപ്പം നിന്ന് വോട്ട് ചെയ്തത്. യുദ്ധത്തെ അപലപിക്കുകയും യുക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറണം എന്നുള്ളതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. യുദ്ധം 3-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്കയുടെ നയവ്യതിയാനം ലോകം ഉറ്റുനോക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.